ഇന്ത്യക്കുമേൽ ട്രംപ് അടിച്ചേൽപ്പിച്ച 50% അധിക തീരുവ ഇന്ന് രാവിലെ 9:30 മുതൽ പ്രാബല്യത്തിൽ. ആരോഗ്യ, സ്വർണ്ണാഭരണ, കരകൗശല മേഖലകൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക. തർക്കങ്ങൾക്കിടെ ഇന്ത്യ അമേരിക്ക ഉദ്യോഗസ്ഥതല ചർച്ച ഇന്ന്. 4 തവണ വിളിച്ചിട്ടും ട്രംപിന്റെ ഫോൺ കോൾ മോദി എടുത്തില്ലെന്ന് ജർമ്മൻ പത്രത്തിൽ റിപ്പോർട്ട്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിരോധനം തുടരുന്നു. റോഡിലേക്ക് ഇടിഞ്ഞു വീണ കല്ലും മണ്ണും ഇന്ന് പൂർണ്ണമായും നീക്കും. പാറകൾ കംപ്രസർ ഉപയോഗിച്ച് പൊട്ടിക്കും. യാത്രക്കാർ കുറ്റ്യാടി ചുരത്തിലൂടെ പോകണമെന്ന് കളക്ടർ. മേഘവിസ്ഫോടനത്തിന് പിന്നാലെ ജമ്മു കാശ്മീരിലെ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 13ആയി. തവി, ചിനാബ് നദികൾ കരകവിയുന്നു. യാത്രക്കാർക്ക് വിലക്ക്. സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. മധ്യവടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം ആര്യനാട് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ജീവനൊടുക്കിയതിൽ അസ്വാഭാവിക മരണത്തിന് കേസ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് കോൺഗ്രസ്. ശ്രീജയുടെ സംസ്കാരം ഇന്ന്. 200 ദിവസം പിന്നിട്ട ആശാസമരം. സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. ആശാ, അങ്കണവാടി ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ. ആശമാർ എന്ന സമരപ്പന്തലിൽ പൂക്കളമിടും. വോട്ടർ പട്ടിക ക്രമക്കേടിനും വോട്ടുമോഷണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പര്യടനം തുടരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും കനിമൊഴി MPയും ഇന്ന് യാത്രയുടെ ഭാഗമാകും. സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമിട്ട് BJP. നിതീഷ് കുമാർ ഇന്ന് JP നദ്ദയെ കാണും.